Assalamu alaikum. How are you dears? Are you fine? We can start the class with the dua. Rabbi yassir wa la tu'assir wa tammim bil khair wa bika nasta'inu ya fattahu Rabbi zidni ilma Rabbi zidni ilma Rabbi zidni ilma. Okay, which chapter now we are studying? We started chapter 7. What's the name of the lesson? Moving air. I give you one voice clip അല്ലേ? അതിനകത്ത് നമ്മൾ എന്താ ചെയ്തത്? ടെക്സ്റ്റിൽ ഫസ്റ്റ് പേജിൻ്റെ ആക്ടിവിറ്റി ചെയ്തു. ഓക്കെ, വി ക്യാൻ സ്റ്റാർട്ട് വിത്ത് ദ പോർഷൻ വിൻഡ് ആൻഡ് ഇറ്റ്സ് പ്രോപ്പർട്ടീസ്. വാട്ട് ഈസ് വിൻഡ് ആൻഡ് ഇറ്റ്സ് പ്രോപ്പർട്ടീസ്? വിൻഡ് ആൻഡ് ഇറ്റ്സ് പ്രോപ്പർട്ടീസ്. We can feel wind, is it? When we place some papers near a fan, what happened? Yes, the papers began to blow. അല്ലേ? നമ്മൾ കുറച്ച് പേപ്പേഴ്സ് എടുത്തൊരു കറങ്ങുന്ന ഫാനിൻ്റെ അടുത്തുകൊണ്ട് വെച്ചാൽ എന്ത് സംഭവിക്കുന്നു? പേപ്പേഴ്സ് ഇങ്ങനെ പറന്ന് പോകുന്നു അല്ലേ? Then we can feel the wind. What is called wind? Moving air is called wind. Moving air is called wind. We can feel wind when it blows around us. എങ്ങനെയാണ് നമുക്ക് കാണാൻ പറ്റുമോ വിൻഡിനെ? ഇല്ല അല്ലേ? നമുക്കതിനെ ഫീൽ ചെയ്യാൻ പറ്റും. അതായത് നമ്മളിങ്ങനെ നല്ല ചൂടെടുക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഫാനിൻ്റെ താഴെ ഇങ്ങനെ പോയി നിൽക്കുമ്പോൾ നമുക്ക് എന്ത് പറ്റും? നല്ല കൂൾ അനുഭവപ്പെടും അല്ലേ? അതുപോലെ വി ക്യാൻ ഫീൽ വിൻഡ് ആൻഡ് വി കനോട്ട് സീ വിൻഡ്. മൂവിങ് എയർ ഈസ് കോൾഡ് വിൻഡ്. വാട്ട് ഈസ് കോൾഡ് വിൻഡ്? Moving air is called wind. Then wind has three properties. Wind has three properties. What are they? Wind has direction. എന്താണ്? വിൻഡിന് 3 പ്രോപ്പർട്ടീസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് പ്രോപ്പർട്ടിയാണ് എന്ത്? വിൻഡ് ഹാസ് ഡയറക്ഷൻ. Then wind has speed and wind has force. അതിൽ നമുക്ക് wind has direction എന്താണെന്ന് നമുക്ക് നോക്കാം. Wind has direction. വിൻഡിന് എന്തുണ്ട്? ഡയറക്ഷൻ ഉണ്ടെന്നാണ് പറയുന്നത്. വിൻഡ് ഓൾവേസ് മൂവ്സ് ഇൻ വൺ ഡയറക്ഷൻ അറ്റ് എ പെർട്ടിക്കുലർ ടൈം. വിൻഡ് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്? ഒറ്റ പെർട്ടിക്കുലർ ടൈം ഇറ്റ് മൂവ്സ് ഇൻ വൺ ഡയറക്ഷൻ. അതായത് ഹൗ വി ക്യാൻ സീ ദാറ്റ്? നമുക്ക് എങ്ങനെ അത് മനസ്സിലാവും? വി പ്ലേസ് ദ ക്ലോസ്, വെറ്റ് ക്ലോസ് ഹങ് ടു ഡ്രൈ. നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? തുണികൾ ഇങ്ങനെ ഉണങ്ങാൻ ഇടാറുണ്ട് അല്ലേ? ദെൻ വെൻ വിൻഡ് ബ്ലോസ് ഇറ്റ് മൂവ്സ് ഇൻ വൺ ഡയറക്ഷൻ. അതായത് വിൻഡ് ഏത് ദിശയിലാണോ വീശുന്നത് ആ ദിശയിൽ എന്ത് ചെയ്യാറുണ്ട്? ആ ക്ലോസിങ്ങിന് മൂവ് ചെയ്യാറുണ്ട്. അതാണ് നമുക്ക് എന്ത് മനസ്സിലാവും? വിൻഡ് ഹാസ് ഡയറക്ഷൻ. വിൻഡിന് എന്തുണ്ട്? ഡയറക്ഷൻ ഉണ്ട്. ദെൻ നെക്സ്റ്റ് എക്സാമ്പിൾ വി ക്യാൻ സീ സ്മോക്ക് കമ്മിങ് ഔട്ട് ഓഫ് ചിമ്നി. നമ്മുടെ വീടുകളിലെല്ലാം ചിമ്നി ഉണ്ട് അല്ലേ? അപ്പം നമ്മുടെ കിച്ചണിൽ നിന്ന് ആ പുക പോകുന്ന ചിമ്നി നമ്മളൊന്ന് നോക്കുമ്പോൾ എന്താണ് കാണുന്നത്? വിൻഡ് മൂവ് ചെയ്യുന്ന ആ ഡയറക്ഷനിൽ എന്ത് ചെയ്യാറുണ്ട്? സ്മോക്ക് ഇങ്ങനെ പോകാറുണ്ട്. അപ്പോൾ എന്താണ്? വിൻഡിന് എന്തുണ്ട്? ഡയറക്ഷൻ ഉണ്ട്. വിൻഡ് ഹാസ് ഡയറക്ഷൻ. ഫോർ എക്സാമ്പിൾ, സ്മോക്ക് കമ്മിങ് ഔട്ട് ഫ്രം ചിമ്നി. സ്മോക്ക് കമ്മിങ് ഔട്ട് ഫ്രം ചിമ്നി. നെക്സ്റ്റ്, ക്ലോത്ത്സ് ഹങ് ടു ഡ്രൈ മൂവ്. അപ്പം എന്താണ്? ക്ലോസ് ഹങ് ടു ഡ്രൈ മൂവ്. അപ്പം ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാവും? വിൻഡിന് എന്ത് പ്രോപ്പർട്ടി ഉണ്ട്? ഡയറക്ഷൻ ഉണ്ട്. വിൻഡിന് ഡയറക്ഷൻ ഉണ്ട്. അതായത് വിൻഡ് ബ്ലോ ചെയ്യുന്ന ഡയറക്ഷനിലാണ് ആ ഒബ്ജക്റ്റും മൂവ് ചെയ്യുന്നത്. അതായത് സ്മോക്ക് മൂവ് ചെയ്യുന്നു. എങ്ങനെയാണ്? ആ കാറ്റിനനുസരിച്ച് ഏത് ദിശയിലാണോ കാറ്റ് വീശുന്നത് ആ ദിശയിലൂടെ വിൻഡ് മൂവ് ചെയ്യുന്നു. അതുപോലെ നമ്മൾ ഉണങ്ങാനിട്ടിരിക്കുന്ന തുണികൾ എന്ത് ചെയ്യുന്നു? കാറ്റിനനുസരിച്ച് മൂവ് ചെയ്യുന്നു. അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? വിൻഡ് ഹാസ് ഡയറക്ഷൻ. നെക്സ്റ്റ് പ്രോപ്പർട്ടി ഈസ് വിൻഡ് ഹാസ് സ്പീഡ്. Can you say what is called wind?
moving air is called wind. And the three properties, first one is wind has direction. Second property is wind has speed. Windin എന്തുണ്ട്? Wind has speed. Speed is nothing but how fast an object moves. Speed എന്താണ്? സ്പീഡ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ബട്ട് ഹൗ ഫാസ്റ്റ് ആൻ ഒബ്ജക്റ്റ് മൂവ്. എത്ര ഫാസ്റ്റിലാണ് ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നത്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്പീഡ് എന്ന് പറയുന്നത്. ദ സ്പീഡ് ഓഫ് വിൻഡ് വേരീസ് ഇൻ ഡിഫറെൻറ്റ് ടൈംസ് അറ്റ് ഡിഫറെൻറ്റ് ടൈംസ്. എന്താണ്? ദ സ്പീഡ് ഓഫ് വിൻഡ് വേരീസ് ഇൻ ഡിഫറെൻറ്റ് പ്ലേസസ് അറ്റ് ഡിഫറെൻറ്റ് ടൈംസ്. അപ്പോൾ ഓരോ പ്ലേസിലും വിൻഡ് വീശുന്നതനുസരിച്ച് എന്താണ്? വ്യത്യസ്തമാണല്ലേ? സെയിം ആണോ? ഇപ്പോൾ ഒരിടത്ത് വീശുന്ന കാറ്റാണോ അടുത്തടുത്തുള്ളത്? അല്ല അല്ലേ? വിൻഡ് ബ്ലോയിങ് അറ്റ് എ ജെൻറ്റൽ സ്പീഡ് ഈസ് കോൾഡ് ബ്രീസ്. ബ്രീസ് എന്താണ്? ബ്രീസ് എന്ന് പറഞ്ഞാൽ വിൻഡ് മൂവിങ് അറ്റ് എ ജെൻറ്റൽ സ്പീഡ് ഈസ് കോൾഡ് ബ്രീസ്. ബ്രീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നല്ല തണുത്ത കാറ്റ് അല്ലേ? വിൻഡ് മൂവിങ് അറ്റ് എ ജെൻറ്റിൽ സ്പീഡ് ഈസ് കോൾഡ് ബ്രീസ്. വിൻഡ് വളരെ സ്ലോയിൽ വീശുന്നു, അതിന് നമ്മൾ മന്ദമാരുന്നതിനൊക്കെ നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട് അല്ലേ? അപ്പോൾ എന്താണ്? വിൻഡ് മൂവിങ് അറ്റ് എ ജെൻറ്റിൽ സ്പീഡ് ഈസ് കോൾഡ് ബ്രീസ്. തണുത്ത കാറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബ്രീസ് എന്ന് വിളിക്കുന്നത്. ഈ ബ്രീസ് എങ്ങനെയാണ് വീശുന്നത്? ഹൈ സ്പീഡിലാണോ ലോ സ്പീഡിലാണോ? ഇറ്റ് ബ്ലോസ് അറ്റ് വെരി ലോ സ്പീഡ്. ഇപ്പം എന്താണ്? വിൻഡിന് എന്ത് പ്രോപ്പർട്ടി ഉണ്ടെന്നാണ് നമ്മൾ പറയുന്നത്? സ്പീഡ്. വിൻഡിന് എന്തുണ്ട്? സ്പീഡുണ്ട്. വിൻഡ് മൂവിങ് അറ്റ് എ ജെൻറ്റിൽ സ്പീഡ് ഈസ് കോൾഡ് ബ്രീസ്. ദെൻ വാട്ട് ഈസ് കോൾഡ് സ്റ്റോം? യെസ്, വിൻഡ് മൂവിങ്, വിൻഡ് മൂവ് ചെയ്യുന്നു അറ്റ് എ ഹൈ സ്പീഡ്. ഭയങ്കര സ്പീഡിൽ വീശുന്ന വിൻഡിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സ്റ്റോം എന്ന് വിളിക്കുന്നത്. ഹൈ സ്പീഡ് ഈസ് കോൾഡ് സ്റ്റോം. Wind moving at a high speed is called storm. Sometimes wind is accompanied with thunder, lightning and rain. നമുക്ക് മനസ്സിലാകാറുണ്ട്, അതായത് നല്ല കൊടുങ്കാറ്റ് എന്നൊക്കെ പറയാറുണ്ട് അല്ലേ? അതായത് മഴയും ഇടിയും കാറ്റും ഒക്കെ ഒന്നിച്ച് ചില സമയങ്ങളിൽ വരാറുണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സ്റ്റോം എന്ന് പറയുന്നത്. ബ്രീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിൻഡ് മൂവിങ് അറ്റ് എ ജെൻറ്റിൽ സ്പീഡ് ഈസ് കോൾഡ് ബ്രീസ്. അപ്പം സെക്കൻഡ് പ്രോപ്പർട്ടി ഓഫ് വിൻഡ് ഈസ് വിൻഡ് ഹാസ് സ്പീഡ്. നെക്സ്റ്റ് പ്രോപ്പർട്ടി ഈസ് വിൻഡ് ഹാസ് ഫോഴ്സ്. വിൻഡിന് എന്തുണ്ട്? ഫസ്റ്റ് പ്രോപ്പർട്ടി എന്തായിരുന്നു? Wind has direction. Second property is wind has speed. Then third property is wind has force. Forceful wind helps things move easily in the same direction with less effort. അതായത് ഫോഴ്സ്ഫുൾ വിൻഡ്, അതായത് ശക്തിയേറിയ കാറ്റ് helps things move easily in the same direction with less effort. For example, when we ride a bicycle, നമുക്ക് എന്ത് ചെയ്യാറുണ്ട്? ഭയങ്കരമായിട്ട് കാറ്റ് വീശാറുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറ്റും? ആ സെയിം ഡയറക്ഷനിൽ നമുക്ക് ഈസി ആയിട്ട് അത് റൈഡ് ചെയ്യാൻ പറ്റും. പക്ഷേ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നമുക്ക് അങ്ങനെ ചവിട്ടി പോകാൻ പറ്റുമോ? പറ്റില്ല അല്ലേ? ഹവർ ഇറ്റ് സ്ലോസ് ഡൗൺ ദ തിങ്സ് മൂവിങ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അപ്പം സെയിം ഡയറക്ഷനിൽ കാറ്റ് വീശുവാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് പോകാൻ പറ്റും. പക്ഷേ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് കാറ്റ് വീശുന്നതെങ്കിൽ എന്ത് പറ്റും? നമുക്ക് ഈസി ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റില്ല. മോർ എഫേർട്ട് ഹാസ് ടു ബി മെയ്ഡ് ടു മൂവ് ദ തിങ്സ് ഫോർവേഡ്. അപ്പം നമുക്ക് മുന്നിലോട്ട് പോകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? മോർ എഫേർട്ട് എടുക്കണം. അപ്പോൾ അതിൽ നിന്ന് എന്ത് മനസ്സിലായി? വിൻഡ് ഹാസ് ഫോഴ്സ്. അപ്പോൾ ഫസ്റ്റ് പ്രോപ്പർട്ടി വാട്ട്? വിൻഡ് ഹാസ് direction. Second property is wind has speed. Then third property is wind has force. Okay, then what is called wind? Moving air is called wind. Then write a difference between breeze and storm. Can you say what is the difference between breeze and storm? Yes, wind moving at a gentle speed is called breeze. And what is storm? Wind moving at a high speed is called storm. Okay, then I asking you some question. You say whether it is a true or false, and you write that activity in your textbook. Okay, first one, we cannot feel wind.
എന്താണ് ക്വസ്റ്റ്യൻ? വി കാൺ ഫീൽ വിൻഡ്. നമുക്ക് വിൻഡിനെ ഫീൽ ചെയ്യാൻ പറ്റില്ല. ഇസ് ഇറ്റ് എ ട്രൂ ഓർ ഫോൾസ്? ഇറ്റ് ഇസ് എ ഫോൾസ്. ബിക്കോസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വിൻഡ് ഫീൽ ചെയ്യാൻ പറ്റും അല്ലേ? കാറ്റടിക്കുമ്പോൾ നമുക്കത് അനുഭവപ്പെടും അല്ലേ? പക്ഷെ നമുക്കത് കാണാൻ പറ്റുമോ? ഇല്ല അല്ലേ? അപ്പോൾ എന്താണ്? ദാറ്റ് ഈസ് എ ഫോൾസ്. ഓൾ യു റൈറ്റ് ദെയർ എഫ്. പേജ് നമ്പർ 88 ഒരു ആക്ടിവിറ്റിയാണ് ട്രൂ ഓർ ഫോൾസ്. അതിൽ ഫസ്റ്റ് വൺ വി കനോട്ട് ഫീൽ വിൻഡ്. അത് ഫോൾസ് ആണോ ട്രൂ ആണോ? ഫാൾസ് ആണ് അല്ലേ? സെക്കൻഡ് വൺ വിൻഡ് മൂവ്സ് ഇൻ വൺ ഡയറക്ഷൻ അറ്റ് എ പെർട്ടിക്കുലർ ടൈം. അതായത് ഒരു പെർട്ടിക്കുലർ ടൈമിൽ വിൻഡ് വൺ ഡയറക്ഷനിൽ മൂവ് ചെയ്യാറുണ്ട്. ഇറ്റ് ഈസ് എ ട്രൂ അല്ലേ? ദെൻ ഓൾ യു റൈറ്റ് ദെയർ ടി. തേർഡ് വൺ വിൻഡ് ഡസ് നോട്ട് ഹാവ് സ്പീഡ്. വിൻഡിന് എന്തില്ല? സ്പീഡില്ല. അപ്പോൾ ഇറ്റ് ഈസ് എ ഫോൾസ്. വിൻഡിന് സ്പീഡില്ലെന്ന് പറയുന്നത് ശരിയാണോ തെറ്റാണോ? അത് തെറ്റാണല്ലേ? ദെൻ യു റൈറ്റ് ദെയർ എഫ്. ആൻഡ് ഫോർത്ത് വൺ സംടൈംസ് എ സ്റ്റോം ഈസ് അക്കമ്പനീഡ് ബൈ തണ്ടർ, ലൈറ്റ്നിങ് ആൻഡ് റെയിൻ. അതായത് സംടൈംസ് ചില സമയങ്ങളിൽ സ്റ്റോം ഈസ് അക്കമ്പനീഡ് ബൈ കൂടിച്ചേരാറുണ്ട്. ആരുടെ കൂടിയാണ്? തണ്ടറും ലൈറ്റ്നിങ്ങും റെയിനിങ്ങും ഒക്കെ ആയിട്ട് കൂടിച്ചേർന്ന് വിൻഡ് വരാറുണ്ട്. അതിനെയാണ് എന്ത് വിളിക്കുന്നത്? സ്റ്റോം എന്ന് വിളിക്കുന്നത്. ദാറ്റ് ഈസ് എ ട്രൂ. ഓക്കെ, ഇൻഷാല്ലാ you all write the textbook well and do the exercise. Inshallah we can see in the next class. Assalamu alaikum.